വരേണം. സദാ സ്വർഗീയദാനം തരേണം. എൻ കൊച്ചു ഹൃദയത്തിൽ വാഴേണം. അന്ത്യം വരെ ഇരിക്കണം. എൻ കൊച്ചു ഹൃദയത്തിൽ വാഴേണം. അന്ത്യം വരെ ഇരിക്കണം. എൻ്റെ അന്ത്യം വരെ ഇരിക്കണം. സങ്കീർത്തനമാലകൾ പാടി നാഥൻ്റെ തിരുമുൻപിലൊന്നായി താളമേളങ്ങളോടെ സ്തുതിക്കാം നിൻ പൊൻവീണകളാൽ ഞങ്ങൾ. സങ്കീർത്തനമാലകൾ പാടി നാഥൻ്റെ തിരുമുൻപിലൊന്നായി താളമേളങ്ങളോടെ സ്തുതിക്കാം നിൻ പൊൻവീണകളാൽ ഞങ്ങൾ. സങ്കീർത്തനമാലകൾ പാടി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ക്രിസ്മസിൻ്റെ ഏറ്റവും അടുത്ത ഞായറാഴ്ചയാണ്. ഏറ്റവും അടുത്താണ് ഈശോയുടെ ജനന തിരുനാള് ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കുക. മംഗളവാർത്തയെക്കുറിച്ചുള്ള വചനങ്ങളാണ് ഇന്ന് നമ്മൾ വായിച്ച് ശ്രവിക്കുക. ഒന്നാമത്തെ വായനയിൽ ദാവീദ് രാജാവിനോട് കർത്താവ് പറയുന്നുണ്ട്, നിന്റെ വംശത്തിൽ നിനക്കൊരു പുത്രൻ ജനിക്കും, അവന് രാജ്യത്തിന് ഒരിക്കലും അവസാനം ഉണ്ടാകുകയില്ല, നിന്റെ രാജ്യം എന്നും നിലനിൽക്കുമെന്നും ഒക്കെ ദാവീദ് രാജാവിന് കർത്താവിൽ നിന്ന് അരുളപ്പാട് ലഭിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ് ഒരിക്കലും അവസാനമില്ലാത്ത രാജ്യത്തിൻ്റെ നാഥനായിട്ട് ഈശോനാഥൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. അതിനാലും ഇന്ന് പ്രത്യേകമായിട്ട് ക്രിസ്മസിനായിട്ട് അടുത്ത് ഒരുങ്ങുമ്പോഴും കൂടുതൽ തീഷ്ണതയോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കുകയും, പരിശുദ്ധ മാതാവ് പ്രാർത്ഥനയുടെ അമ്മയായിരുന്നു. പ്രാർത്ഥിച്ച് ജീവിച്ച സ്ത്രീയുടെ മേലാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയും ദൈവത്തിൻ്റെ സന്ദേശം ലഭിക്കുകയും ചെയ്യുക. അതിനാൽ ആ വലിയ കൃപ നമുക്കും നൽകണമേ എന്നും ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതങ്ങളിലും കുടുംബങ്ങളിലും ഉണ്ടാകണമേ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഭക്തിയോടെ ഈ ബലി നമുക്കർപ്പിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരൻ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴം എൻ്റെ വലിയ പിഴം. ആകയാൽ നിത്യകന്യായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരൻ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ
നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നിത്യപ്രഭാവമേ, മാലാഖയുടെ സന്ദേശത്താൽ അങ്ങ് അവർണ്ണനീയമായ വചനം അമലോത്ഭ കന്യക സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ പ്രഭയാ നിറഞ്ഞ് ദൈവികതയുടെ ഭവനമായി മാറുകയും ചെയ്തുവല്ലോ. അങ്ങനെ അവളുടെ മാതൃകയാൽ അങ്ങ് തിരുവുള്ളത്തോട് എളിമയോടെ ചേർന്ന് നിൽക്കാൻ ഞങ്ങളെയും പ്രാപ്തരാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ച് വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ശമൂവേലിന്റെ 2-ാം പുസ്തകത്തിൽ നിന്ന്. ദാവീദിന്റെ രാജ്യം കർത്താവിന്റെ മുൻപിൽ എന്നേക്കും നിലനിൽക്കും. ദാവീദ് രാജാവ് കൊട്ടാരത്തിൽ വസിക്കുകയും ചുറ്റുമുള്ള ശത്രുക്കളിൽ നിന്ന് കർത്താവ് അവന് സ്വസ്ഥത നൽകുകയും ചെയ്തു. അപ്പോൾ അവൻ നാഥാൻ പ്രവാചകനോട് പറഞ്ഞു, നോക്കൂ, ദേവദാരു കൊണ്ടുള്ള കൊട്ടാരത്തിൽ ഞാൻ വസിക്കുന്നു. ദൈവത്തിൻ്റെ പേടകമോ കൂടാരത്തിലിരിക്കുന്നു. നാഥാൻ പ്രതിവചിച്ചു, യുക്തം പോലെ ചെയ്തു കൊള്ളുക, കർത്താവ് നിന്നോടുകൂടെയുണ്ട്. എന്നാൽ ആ രാത്രി കർത്താവ് നാഥാനോട് അരുളി ചെയ്തു, എൻ്റെ ദാസനായ ദാവീദിനോട് പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, എനിക്ക് വസിക്കാൻ നീ ആലയം പണിയുമോ? സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ആട്ടിടയനായിരുന്ന നിന്നെ മേച്ചിൽ സ്ഥലത്തു നിന്ന് എടുത്ത് എൻ്റെ ജനമായ ഇസ്രായേലിന് അധിപനായി ഞാൻ നിയമിച്ചു. നീ പോയിടത്തെല്ലാം ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരുന്നു. നിന്റെ മുൻപിൽ നിന്റെ ശത്രുക്കളെല്ലാം ഞാൻ നശിപ്പിച്ചു. ഭൂമിയിലുള്ള മഹാത്മാക്കളെ പോലെ നിന്നെ ഞാൻ മഹാനാക്കും. എൻ്റെ ജനമായ ഇസ്രായേലിന് ഞാൻ ഒരു സ്ഥലം കൽപ്പിച്ചു കൊടുക്കും. അവർ ഇനിയും സുരക്ഷിതരായി സ്വന്തം സ്ഥലത്ത് പാർക്കേണ്ടതിന് ഞാൻ അവരെ നട്ടുപിടിപ്പിക്കും. എൻ്റെ ജനമായ ഇസ്രായേലിന് ഞാൻ ന്യായാധിപന്മാരെ നിയമിച്ചാക്കുന്നതിന് മുൻപുള്ള കാലത്തെ പോലെ ദുഷ്ടന്മാർ അവരെ ഇനി പീഡിപ്പിക്കുകയില്ല. ശത്രുക്കളിൽ നിന്ന് നിനക്ക് ഞാൻ ശാന്തി നൽകും. നിന്നെ ഒരു വംശമായി വളർത്തുമെന്നും കർത്താവ് അരുളി ചെയ്യുന്നു. ദിനങ്ങൾ തികഞ്ഞ് നീ പൂർവികരോട് ചേരുമ്പോൾ നിന്റെ ഔരസപുത്രനെ ഞാൻ ഉയർത്തി അവൻ്റെ രാജ്യം സുസ്ഥിരമാക്കും. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനും ആയിരിക്കും. നിന്റെ കുടുംബവും രാജ്യത്വവും എൻ്റെ മുൻപിൽ സ്ഥിരമായിരിക്കും. നിന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവേ, ഞാൻ എന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. കർത്താവേ, ഞാൻ എന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. കർത്താവേ, ഞാൻ എന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. എൻ്റെ അധരങ്ങൾ തലമുറകളോട് അങ്ങയുടെ വിശ്വസ്തത പ്രഘോഷിക്കും. എന്തെന്നാൽ അങ്ങയുടെ കൃപ എന്നേക്കും നിലനിൽക്കുന്നു. അങ്ങയുടെ വിശ്വസ്തത ആകാശം പോലെ സുസ്ഥിരമാണ്. കർത്താവേ, ഞാൻ എന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. കർത്താവേ, ഞാൻ എന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. അവിടുന്ന് അരുളി ചെയ്തു, എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനുമായി ഞാൻ ഒരു ഉടമ്പടി ഉണ്ടാക്കി. എൻ്റെ ദാസനായ ദാവീദിനോട് ഞാൻ ശപഥം ചെയ്തു, നിന്റെ സന്തതിയെ എന്നേക്കുമായി ഞാൻ ഉറപ്പിക്കും. നിന്റെ സിംഹാസനം തലമുറകളോളം ഞാൻ നിലനിർത്തും. കർത്താവേ, ഞാൻ എന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. കർത്താവേ, ഞാൻ എന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. അവൻ എന്നോട്, എൻ്റെ പിതാവും എൻ്റെ ദൈവവും എൻ്റെ രക്ഷാശിലയും അവിടുന്നാണ് എന്ന ഉച്ചത്തിൽ ഉദ്ഘോഷിക്കും. എൻ്റെ കരുണ എപ്പോഴും അവൻ്റെ മേലുണ്ടായിരിക്കും. അവനോടുള്ള എൻ്റെ ഉടമ്പടി അചഞ്ചലമായി നിലനിൽക്കും. കർത്താവേ, ഞാൻ എന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. കർത്താവേ, ഞാൻ എന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. രണ്ടാം വായന വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും. സഹോദരരെ, എൻ്റെ സുവിശേഷമനുസരിച്ച്
യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രഘോഷണമനുസരിച്ചും രഹസ്യത്തിൻ്റെ വെളിപാടനുസരിച്ചും നിങ്ങളെ ബലപ്പെടുത്താൻ കഴിവുള്ളവനാണ് ദൈവം. യുഗയുഗാന്തരങ്ങളായി നിഗൂഢമായിരുന്ന രഹസ്യം അവിടെ നിന്ന് പ്രവാചകന്മാരിലൂടെ അവരുടെ ലിഖിതങ്ങൾ വഴി ഇപ്പോഴും വെളിപ്പെടുത്തി. ഈ രഹസ്യം നിത്യനായ ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിച്ച് വിശ്വാസത്തിൻ്റെ അനുസരണത്തിനായി സകല ജനപദങ്ങൾക്കും അറിയപ്പെട്ടിരിക്കുകയാണ്. സർവജ്ഞനായ ആ ദൈവത്തിന് യേശുക്രിസ്തു വഴി എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം. മഹത്വം. അക്കാലത്ത് ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായും വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അഴക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശുവെന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേലും വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിന്റെ ചാർച്ചക്കാരും വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6 മാസമാണ്. ദൈവത്തിനൊന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസ്യം, നിന്റെ വാക്ക് എന്നെ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുൻപിൽ നിന്ന് മറഞ്ഞു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈ സുവിശേഷ വചനങ്ങൾ നമ്മുടെ എല്ലാ പാപങ്ങളും നമ്മെ മോചിപ്പിക്കുമാറാകട്ടെ. യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, മറിയത്തിൻ്റെ ലഭിച്ച മംഗളവാർത്തയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ശ്രവിച്ചത്. വചനത്തിലൂടെ കടന്നു പോകുമ്പോഴും ഒരുപാട് മനുഷ്യർക്ക് ഇതുപോലെ ദൈവദൂതനിൽ നിന്ന് വലിയ സന്ദേശങ്ങൾ ലഭിക്കുന്നുണ്ട്.
ഉൽപ്പത്തി പുസ്തകത്തിലും നോഹയ്ക്ക് കർത്താവിൽ നിന്ന് സന്ദേശം ലഭിച്ചു. ചുട്ടുപൊള്ളുന്ന വെയിലുള്ള സമയം, മഴയുടെ ഒരു ലക്ഷണവും ഇല്ലാതിരിക്കും. നോഹയുടെ അടുത്ത് വന്ന് കർത്താവിൻ്റെ ദൂതൻ പറയും, നീ വേഗത്തിൽ തടി കാട്ടിൽ നിന്ന് വെട്ടി വലിയൊരു നൗഹ അല്ലെങ്കിൽ കപ്പൽ ഉണ്ടാക്കുക. അങ്ങനെ നോഹ വലിയ പേടകം ഉണ്ടാക്കുന്നുണ്ട്. ചുറ്റുമുള്ളവരൊക്കെ നോഹയെ കളിയാക്കുന്നുണ്ട്, പരിഹസിക്കുന്നുണ്ട്. കാരണം നോഹ ഉണ്ടാക്കുന്ന പെട്ടകം അത് ഏതെങ്കിലും കടൽ തീരത്തോ പുഴത്തീരത്തോ അല്ല. അവിടെയുള്ള ഏറ്റവും ഉയർന്ന മലയുടെ ഏറ്റവും മുകളിലാണ് നോഹ പെട്ടകമുണ്ടാക്കുക. കാണുന്നവർ അവനെ പരിഹസിക്കും. കാരണം ആരും മലയുടെ മുകളിൽ ഒരു പെട്ടകം ഉണ്ടാക്കില്ല. കടലിൽ യാത്ര ചെയ്യുവാനാണ്, കായലിൽ യാത്ര ചെയ്യുവാനാണെങ്കിൽ അതിൻ്റെ തീരത്താണ് എല്ലാവരും തങ്ങളുടെ വള്ളമായാലും അതുപോലെ തന്നെ ബോട്ടായാലും അത് നിർമ്മിക്കുക. ഒരുപാട് പരിഹാസത്തിന് നടുവിലൂടെ ഈ മനുഷ്യൻ ആ പെട്ടകമുണ്ടാക്കി. അതിനുശേഷമാണ് വലിയ മഴ കടന്നു വരികയും ലോകം മുഴുവനും മുക്കുന്ന ആ മഴയായിട്ട് അത് മാറുകയും ചെയ്യുക. വീണ്ടും വചനത്തിലൂടെ കടന്നു പോകുമ്പോഴും വലിയ സ്വസ്ഥതയിൽ നല്ലൊരു ഭവനത്തിൽ ജീവിച്ചിരുന്ന അബ്രാഹാം എന്ന ചെറുപ്പക്കാരൻ, ഈ ചെറുപ്പക്കാരനെ കർത്താവ് ഒരു ദിവസം വിളിച്ചിട്ട് പറയും, കർത്താവ് ദൂതൻ പറയും, നിന്റെ ബന്ധുക്കളെ, നിന്റെ ചാർച്ചക്കാരെ, നിന്റെ മാതാപിതാക്കളെ, നിന്റെ ദേശത്തെ വിട്ട് ഞാൻ നിനക്ക് കാണിച്ചു തരുന്ന ഒരു ദേശത്തേക്ക് നീ പോകുക. വലിയ സ്വസ്ഥതയിൽ ജീവിച്ചിരുന്ന ചെറുപ്പക്കാരൻ സന്തോഷകരമായൊരു കുടുംബ ജീവിതം, ബന്ധുക്കളുടെയും സ്വന്തക്കാരുടെയും ഒക്കെ സ്വന്തം ദേശത്ത് വസിച്ചിരുന്നവൻ ഒരു ദിവസം കർത്താവിന് സന്ദേശം ലഭിക്കുമ്പോൾ യാതൊരു മടിയുമില്ലാതെ ദേശത്തെയും ഭവനത്തെയും സ്വത്തും ഒക്കെ ഉപേക്ഷിച്ച് ഈ മനുഷ്യൻ യാത്ര തിരിക്കുകയാണ്. പിന്നീട് നമുക്കറിയാം, ഈ അബ്രാഹത്തോട് കർത്താവ് പറയും, ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. വീണ്ടും നമ്മൾ കണ്ടുമുട്ടുക മോശയുടെ ജീവിതമാണ്. കൊട്ടാരത്തിലാണ് മോശ വളർന്നത്. ഒരു രാജകുമാരന് തുല്യമായ ഒരു ജീവിതം. കാരണം ഫറവോയുടെ ഏക മകളാണ് മോശയെ എടുത്തു വളർത്തുക. കൊട്ടാരത്തിൻ്റെ എല്ലാ അധികാരങ്ങളും മോശയ്ക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ മോശയ്ക്കും കർത്താവിൽ നിന്ന് സന്ദേശം ലഭിക്കുമ്പോൾ ആ കൊട്ടാരം ഉപേക്ഷിക്കുന്നു. പിന്നീട് ഒരു ആട്ടിടയനെ പോലെ ദൂരദേശത്ത് അലയുന്നു. അവിടെ വെച്ചും ഉൾപ്പടപ്പിൻ്റെ ഇടയിലൂടെ കർത്താവിൻ്റെ ദൂതൻ പറയും, ഇതെല്ലാം ഉപേക്ഷിക്കുക. യാതൊരു മടിയുമില്ലാതെ മോശ അതെല്ലാം ഉപേക്ഷിച്ച് വീണ്ടും ഫറവോയുടെ അടുത്തേക്ക് തൻ്റെ ജനത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ ജനത്തിന് വേണ്ടി അവരെ ആരാധനയ്ക്ക് വിളിക്കാനായിട്ട് കർത്താവ് മോശ വീണ്ടും കടന്നു ചെല്ലുന്നു. വലിയ പ്രതിസന്ധികളിലൂടെയൊക്കെയാണ് പിന്നീട് മോശ കടന്നു പോകുക. ഈ താൻ ഏത് ജനത്തിന് വേണ്ടിയാണോ നിലകൊണ്ടത്, ആ ജനം മോശയെ പരിഹസിക്കുന്നുണ്ട്, മോശയ്ക്കെതിരായിട്ട് തിരിയുന്നുണ്ട്. സഹോദരങ്ങളായ ഫറവോയും അഹറോനും മീരാമും ഒക്കെ മോശയ്ക്കെതിരായി പിറുപിറുക്കുന്നുണ്ട്. വീണ്ടും വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇങ്ങനെ ഒരുപാട് ദൈവത്താ വിളിക്കപ്പെട്ടവരുടെ ജീവിതങ്ങളുണ്ട്. പുതിയ നിയമത്തിൽ മറിയത്തിൻ്റെ ജീവിതം, ജോസഫിൻ്റെ ജീവിതം, പിന്നീട് അപ്പോസ്തലന്മാരുടെ ജീവിതം. കാരണം പത്രോസൊക്കെ ജീവിച്ചത് സമ്പന്നതയിൽ തന്നെയാണ്. നമുക്കറിയാം, പണ്ട് ഒരു വള്ളവും വലയുമൊക്കെ സ്വന്തമായിട്ടുണ്ടെങ്കിൽ അവരൊക്കെ സാമ്പത്തികമായിട്ട് ഉയർന്നവരാണ്.
പത്രോസിന് സ്വന്തമായിട്ട് വലിയ വള്ളവും വലയും ജോലിക്കാരും ഒക്കെയുണ്ട്. ഒരു കുടുംബമുണ്ട്, ഭാര്യയുണ്ട്. അവിടെ നിന്നാണ് പത്രോസിനോട് കർത്താവ് പറയുക, കടൽ തീരത്ത് വെച്ച് ഈ വള്ളവും വലയും ഭാര്യയും മക്കളുമൊക്കെ ഉപേക്ഷിച്ച് തൻ്റെ പിറകെ വരാൻ. യാതൊരു മടിയുമില്ലാതെ പത്രോസ് അത് ചെയ്തു. ഒരു തച്ചൻ്റെ കൂടെ ആ തച്ചൻ്റെ വാക്ക് കേട്ടുകൊണ്ട് തൻ്റെ മത്സ്യബന്ധനമൊക്കെ ഉപേക്ഷിച്ച് മനുഷ്യനെ പിടിക്കാനായിട്ട് പത്രോസ് കടന്നു ചെന്നു. യോഹന്നാൻ്റെയും യാക്കോബിൻ്റെയും ഒക്കെ ജീവിതങ്ങൾ ഇത് തന്നെയാണ്. സബദിയായ പിതാവിനോടുകൂടെ വല നെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈശോ പറയുക, ഇത് വിട്ടിട്ട് എൻ്റെ പുറകെ വരിക. ഒന്നുമില്ലാതെ, ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്ത ഒരുവനാണ് ഇവരെ വിളിക്കുക. ഈ ലോകത്തൊരു ഭവനമില്ലാത്ത ഒരുവനാണ് ഇവരെ വിളിക്കുക. എന്നാൽ യാതൊരു മടിയുമില്ലാതെ അവരൊക്കെ കടന്നുപോയി. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ കടന്നുപോക്കിനെ കുറിച്ചും ഈ ദൈവത്തിൻ്റെ വിളിയെക്കുറിച്ചുമൊക്കെ പറഞ്ഞു വെച്ചത് മാതാവിൻ്റെ വിളിയെക്കുറിച്ച് പറയാനാണ്. ഒരുപാട് സ്വസ്ഥതയോടുകൂടി ജീവിച്ച ഒരു ജീവിതം, ഒരുപാട് സന്തോഷത്തോടുകൂടി ദൈവത്തിൻ്റെ കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് ദേവാലയ ശുശ്രൂഷകളിൽ മുഴുകിക്കൊണ്ട് വലിയ ആനന്ദത്തിൽ ജീവിച്ച ഒരു കന്യകയെ കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് വിളിച്ചു. വിവാഹപ്രായമായി വിവാഹം ഉറപ്പിച്ചു വെച്ചു. അതിൻ്റെ സ്വപ്നങ്ങളും കണ്ടുകൊണ്ട് ജീവിച്ച കന്യകയുടെ അടുത്തേക്കാണ് മാലാ കടന്നു വന്നിട്ട് പറയുക, നീ ഗർഭിണിയാകും. വിവാഹത്തിന് മുൻപ് നീ ഗർഭിണിയാകും, നീ ഒരു പുത്രനെ പ്രസവിക്കുമെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ വചനത്തിൽ ശ്രവിക്കുമ്പോൾ അത്രമാത്രം അസ്വസ്ഥത തോന്നില്ല. കാരണം അത്രമാത്രം പരിശുദ്ധിയുടെ പരമകോടിയിൽ ജീവിച്ചവളാണ് മറിയം. ഒരു പാപത്തിൻ്റെ കണികയില്ലാതെ ദേശത്തെ ഏറ്റവും പരിശുദ്ധിയുള്ള ഒരു മകളായിട്ട് ജീവിച്ച മറിയത്തോട് മാലാഖ പറയുന്ന ഈ വാർത്ത അത്ര സന്തോഷകരമായ വാർത്തയല്ല. കാരണം വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുന്നു. ഇനി ഏതാനും മാസങ്ങൾക്ക് ശേഷം തൻ്റെ വിവാഹം നടക്കും. അതിനു മുൻപ് മാലാഖ വന്ന് പറയുന്ന, ഇതാ നീ ഗർഭിണിയാകും, നീ ഒരു പുത്രന് ജന്മം നൽകും. നമ്മുടെ സമൂഹമല്ല, കുറച്ച് നാണക്കേട് കേട്ട് കഴിഞ്ഞാൽ അതൊക്കെ മാറിപ്പോകുന്ന ഒരു സമൂഹത്തിലല്ല അന്ന് മറിയം ജീവിച്ചത്. അന്ന് മറിയം ജീവിച്ച സമൂഹം, ഭർത്താവ് അറിയാതൊരു സ്ത്രീ ഗർഭിണിയാണെങ്കിൽ അവൾ വ്യഭിചാരിണിയായി മുദ്ര കുത്തപ്പെട്ട് തെരുവിലേക്ക് വലിച്ചിഴക്കപ്പെട്ട് കല്ലുകളാൽ എറിയപ്പെട്ട് ആ തെരുവിൽ തന്നെ ഇല്ലാതാകുന്ന ഒരു ജീവിതം. അത്രമാത്രം കർക്കശമായ ഒരു കാലഘട്ടത്തിലാണ് മറിയത്തിന് ഈ മംഗളവാർത്ത ലഭിക്കുക. അതുകൊണ്ടാണ് മംഗളവാർത്ത ശ്രവിക്കുമ്പോൾ ആദ്യം മറിയം അസ്വസ്ഥപ്പെടുന്നുണ്ട്. മറിയം ചോദിക്കുന്നുണ്ട്, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ, എനിക്കൊരു ഭർത്താവ് ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഞാൻ ഗർഭിണിയാകുക? അത് തീർച്ചയായിട്ടും ദൈവദൂതൻ പറയും, നിന്റെ മേലെ ദൈവാത്മാവ് ഇറങ്ങി വരും, കർത്താവിൻ്റെ ആത്മാവ് ഇറങ്ങി വരും. പ്രിയപ്പെട്ടവരെ, പിന്നീട് മറിയത്തിൻ്റെ ജീവിതം ആ സ്വസ്ഥമായ ജീവിതത്തിൽ നിന്ന് വലിയ സഹനത്തിൻ്റെ ജീവിതത്തിലേക്കാണ് പിന്നീട് കടന്നു പോകുക. കാരണം ജോസഫ് ആദ്യം സംശയിക്കുന്നുണ്ട്. കാരണം മറിയത്തിന് തനിക്കുണ്ടായ വെളിപ്പെടുത്ത് ഈ ലോകത്തൊരു മനുഷ്യനോട് പറഞ്ഞാലും അവരൊന്നും വിശ്വസിക്കില്ല. കാരണം മറിയത്തിന് ഒറ്റയ്ക്കാണ് വെളിപാട് ലഭിച്ചത്. മാലാഖ മറിയത്തിനോട് ഒറ്റയ്ക്കായിരിക്കുമ്പോഴാണ് ഈ സന്ദേശം കൊടുത്തത്. ഒരു മനുഷ്യൻ പോലും അവിടെയില്ല. ആരും വിശ്വസിക്കാത്ത ഒരവസ്ഥ. ജോസഫ് പോലും ആദ്യം വിശ്വസിച്ചില്ല എന്ന് തന്നെയാണ് വചനം രേഖപ്പെടുത്തിയത്. മറിയം ഗർഭിണിയാണെന്നറിയുമ്പോൾ ജോസഫ് അവളെ ഉപേക്ഷിക്കാനായിട്ട് തീരുമാനിച്ചു. കാരണം ജോസഫും മറിയത്തെ ഒരു പാപിനിയായിട്ടായിരുന്നു ഈ ആദ്യം കണ്ടുമുട്ടിയത്. കാരണം താൻ അറിഞ്ഞിട്ടില്ല ഈ കുഞ്ഞിൻ്റെ പിതാവ് ആരാണ്. ജോസഫ് മറിയത്തെ ഒരു പാപിയായിട്ട് കണ്ടു.
അതിനുശേഷമാണ് ജോസഫിനും മാലാഖ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ജോസഫിനോട് പറയും, ജോസഫ്, നീ മറിയത്തെ സ്വീകരിക്കാൻ മടിക്കേണ്ട, അവൾ ഗർഭിണിയായിരിക്കുന്നത് പരിശുദ്ധാത്മാവിലാണ്. പ്രിയപ്പെട്ടവരെ, ഈ സമയമൊക്കെ മറിയം അനുഭവിച്ച സഹനം നമുക്ക് ചിന്തിക്കാവുന്നതിനേക്കാളുമൊക്കെ അപ്പുറത്താണ്. ദൈവത്തിന് വാക്ക് കൊടുത്തത് കൊണ്ട് മറിയം അനുഭവിച്ച സഹനം, ദൈവത്തിൻ്റെ മുൻപിൽ നീതിമാനായി ജീവിച്ച് ഏറ്റവും പരിശുദ്ധനായി ജീവിച്ച ജോസഫ് ആ ദിവസങ്ങളിൽ അനുഭവിച്ച സഹനം. എന്നാൽ സഹനം അവിടെയും കൊണ്ട് അവസാനിക്കുന്നില്ല. പൂർണ്ണ ഗർഭിണിയായ മറിയവുമായിട്ട് ജോസഫ് രാത്രിയിൽ പലായനം ചെയ്യുന്നു. പിന്നീട് ഒരു ഭവനം പോലും തൻ്റെ ഭാര്യയ്ക്ക് ഒരുക്കി കൊടുക്കുവാനായിട്ട് ജോസഫിന് സാധിക്കുന്നില്ല. അത്രമാത്രം വലിയ സഹനത്തിലൂടെ കടന്നു പോകുന്ന ഒരു കുടുംബം. ഈശോയുടെ കൂടെ ജീവിച്ച മറിയത്തിൻ്റെ അവസ്ഥ സ്വർണം ഉലയിൽ കത്തിയെരിയുന്നതിന് തുല്യമായിരുന്നു. ആ തീച്ചുളയിലാണ് മറിയം ജീവിതത്തിൻ്റെ അവസാനം വരെ ജീവിച്ചത്. കാരണം കർത്താവിന് ആമേൻ പറഞ്ഞ മറിയത്തിൻ്റെ ജീവിതം അത്രമാത്രം സഹനങ്ങളിലെ കടന്നുപോയി. പക്ഷേ ഇവിടെ എങ്ങും ഒരിക്കലും മറിയം ഒരു പരാതി പറഞ്ഞിട്ടില്ല. നമ്മളും പ്രിയപ്പെട്ടവരെ, ഏത് വിശുദ്ധരുടെയും ജീവിതം എടുത്താൽ പാദ്രെ പിയോ നമ്മുടെയൊക്കെ സമൂഹത്തിൽ ജീവിച്ച 1962 പാദ്രെ പിയോ ഈ ലോകത്തിന് സ്വർഗത്തിലേക്ക് തൻ്റെ ആത്മാവിനാൽ എടുക്കപ്പെട്ടത്. ആ പാദ്രെ പിയോ ജീവിച്ച സമയത്ത് കർത്താവിന് വലിയ കൃപയുണ്ടായിരുന്ന ഒരു വിശുദ്ധൻ. കാരണം 5 തിരുമുറിവുകൾ ലഭിക്കുവാനായിട്ട് യോഗ്യത ലഭിച്ച വിശുദ്ധൻ. ഒരു കുർബാന അർപ്പിച്ച് അത് 4-5 മണിക്കൂറൊക്കെ നീണ്ടുപോകുന്ന ബലിയായിരുന്നു പാദ്രെ പിയോയുടെ ദിവ്യ ബലികൾ. കാരണം ബലിപീഠത്തിൽ വന്നിരുന്ന് ദൈവ സാന്നിധ്യത്താൽ നിറഞ്ഞ് പാദ്രെ പിയോ ഇങ്ങനെ ബലിപീഠത്തിൽ നിൽക്കുമായിരുന്നു. ഈ ബലിയർപ്പണത്തിൽ സംബന്ധിക്കുവാനായിട്ട് ലോകത്തിൻ്റെ നാനാഭാഗത്തിൽ നിന്ന് തലേ ദിവസം രാത്രി തന്നെ കടന്നു വരുന്ന ജനം. നമുക്ക് നമ്മുടെ ബലി 1 മണിക്കൂറിൽ ഇത്തിരി കൂടിയാൽ അസ്വസ്ഥതയാണ്. ഒരു സിനിമ 5 മിനിറ്റ് കൂടിയാൽ ആരും അസ്വസ്ഥപ്പെട്ടതായിട്ട് അറിയില്ല. 2.5 മണിക്കൂറിൽ നിന്ന് 2:35 3 മണിക്കൂറിലേക്ക് ഒരു സിനിമ നീണ്ടാൽ ആരും പറയില്ല, അയ്യോ സിനിമ ഒരുപാട് നീണ്ടുപോയി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു ക്രൈസ്തവ സമൂഹം നമുക്കുണ്ടായിരുന്നു. 5 മണിക്കൂറും 6 മണിക്കൂറും ബലിക്കായിട്ട് കാത്തിരുന്ന സമൂഹം. ഇന്ന് പല സ്ഥലങ്ങളിൽ നമുക്ക് കടന്നു പോകാം. ഒരു 5 മിനിറ്റ് കൂടിയാൽ അസ്വസ്ഥതയല്ല. 7 മണി കഴിഞ്ഞ് 7:05 ആയാൽ പുറത്തിറങ്ങിയിട്ട് ആദ്യം പറയുന്ന കുറ്റം, അച്ഛൻ്റെ ബലി കൂടിപ്പോയി. ഈ 5 മിനിറ്റ് കൊണ്ട് നമുക്കൊന്നും ചെയ്യാനില്ല. നമ്മൾ പോകുന്നത് വീട്ടിലേക്കാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ചായക്കടയിലേക്കാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റം പറയുവാനായിട്ടാണ്. ഇതൊക്കെയാണ്. എന്നാലും ഒരു ബലി 10 മിനിറ്റ് കൂടിയാൽ നമ്മൾ അസ്വസ്ഥപ്പെടാൻ തുടങ്ങും. എന്നാൽ ഈ 5-6 മണിക്കൂറൊക്കെ ഒരു ബലിയർപ്പണം നീണ്ടുപോയതാണ് പാദ്രെ പിയോയുടേത്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യർ തലേ ദിവസം ആ പ്രദേശത്ത് വന്ന് തമ്പടിക്കും. കാരണം ആ ബലിയർപ്പണത്തിലേക്ക് പങ്കുചേരാൻ. ഈ പാദ്രെ പിയോയെ വർഷങ്ങളോളം അവര് കപ്പൂച്ചൻ ആശ്രമത്തിന്റെ തടവറയിലാക്കിയിട്ടുണ്ട്. കാരണം അന്നുണ്ടായിരുന്ന ഉർബൻ മാർപ്പാപ്പ വിളിച്ചു പറഞ്ഞു, അന്നുണ്ടായിരുന്ന പല വൈദികരും പറഞ്ഞു, ഈ പാദ്രെ പിയോയിലുള്ളത് ദൈവാത്മാവല്ല, തിന്മയുടെ ആത്മാവാണ്. അതുകൊണ്ട് തന്നെ ഇനി പൊതുവായിട്ട് ബലിയർപ്പിക്കേണ്ട, ഒരാശ്രമത്തിൽ ഒതുങ്ങിക്കൂടുക, ജനങ്ങളെ കാണേണ്ട. അങ്ങനെ വർഷങ്ങളോളം ഏകനായിട്ട് പിന്നീട് ബലിയർപ്പിച്ചു. അതിനുശേഷം മാർപ്പാപ്പയ്ക്ക് മനസ്സിലായി ഇത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്, ദൈവ അനുഗ്രഹമാണ്. കുരിശിലെ യോഹന്നാന്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ അത് കൃത്യമായിട്ട് തിരിച്ചറിയാം. വർഷങ്ങളോളം കർമ്മലിത്ത ജയിലറകളിൽ കഴിഞ്ഞിരുന്ന ഒരു വൈദികനാണ്, ഒരാശ്രമത്തിൽ കഴിഞ്ഞിരുന്ന വൈദികൻ. പൊതുവായിട്ട് ആരെയും കാണുവാനായിട്ട് അനുവാദമില്ല.
കാരണം ദൈവത്തിൻ്റെ ഒരുപാട് ദർശനങ്ങളും അരുളപ്പാടും ഉണ്ടായപ്പോൾ ആശ്രമത്തിലെ മറ്റു വൈദികർ പറഞ്ഞു, യോഹന്നാനിലെ പിശാചാണ്. അങ്ങനെ സഹനങ്ങളിലൂടെ കടന്നു പോയവരാണ് എല്ലാ വിശുദ്ധരും. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ സഹനങ്ങളുണ്ടാകും. അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ കാര്യങ്ങളിൽ സുഖങ്ങളിൽ ജീവിക്കും. സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പതറരുത്. കാരണം ദൈവാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മിൽ നിന്ന് വലിയ ഫലം നൽകാനായിട്ട് ദൈവാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിഞ്ഞാൽ മാത്രമേ അതിൽ നിന്ന് കതിര് പൊട്ടിമുളക്കുകയുള്ളൂ. അതിൽ നിന്ന് ആയിരക്കണക്കിന് ഗോതമ്പ് മണികൾ പുറപ്പെടുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് മാതാവ് സന്തോഷത്തോടുകൂടി ഈ തീച്ചൂളയിലേക്ക് എടുത്തു ചാടാൻ, സഹനത്തിൻ്റെ തീച്ചൂളയിലേക്ക് തന്നെ വിട്ടുകൊടുത്തു. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. ഈശോയുടെ കുരിശും അത് തന്നെയാണ് പറയുക. രക്ഷ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈശോ കുരിശിൽ കിടന്ന് അവസാനത്തുള്ള രക്തവും ചിന്തി. പ്രിയപ്പെട്ടവരെ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് വിശുദ്ധ ജോൺ ഓഫ് ആർക്കിൻ്റെ കാര്യം. ഒരുപാട് ദർശനങ്ങൾ ലഭിച്ചിട്ടുള്ള വലിയ വിശുദ്ധ. ഇംഗ്ലണ്ടിലെ ഫ്രാൻസിലെ സൈന്യത്തെ തന്നെ നയിച്ച ഒരു സൈന്യാധിപയായിട്ട് ഉയർത്തപ്പെടാൻ അധികാരം ലഭിച്ച ജോൺ ഓഫ് ആർക്ക് എന്ന് പറയുന്ന യുവതി. ഈ യുവതിയോട് ഫ്രാൻസിലെ രാജാവ് ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, ഞാനല്ലേ ഈ രാജ്യത്തെ രാജാവ്, എന്തുകൊണ്ടാണ് കർത്താവ് എനിക്ക് അരുളപ്പാടുകൾ നൽകാത്തത്? അതിന് ജോൺ ഓഫ് ആർക്ക് പറയും, രാജാവേ, തീർച്ചയായിട്ടും ദൈവം നിന്നോടും സംസാരിക്കുന്നുണ്ട്. എന്നാൽ നീ ലോകത്തിൻ്റെ പല കാര്യങ്ങളും ഉപേക്ഷിക്കേണ്ടി വരും എന്നതുകൊണ്ട് നീ അതൊന്നും ശ്രവിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, തീർച്ചയായിട്ടും വചനത്തിലൂടെ ദൈവം സംസാരിക്കുന്നുണ്ട്, മറ്റുള്ളവരുടെ ദൈവം സംസാരിക്കുന്നുണ്ട്. മാതാവ് അത് സന്തോഷത്തോടെ സ്വീകരിച്ചു. മാതാവിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചു. വിശുദ്ധർ അത് സന്തോഷത്തോടെ സ്വീകരിച്ചു. സഹനങ്ങളാണെങ്കിലും ആ ജീവിതത്തിൽ അനുഗ്രഹമുണ്ടായി. നമ്മൾ പലപ്പോഴും അത് പരാതി കൂടെ സ്വീകരിച്ചു, അതിനെ തിരസ്കരിച്ചു, അതിനെ നമ്മൾ മാറ്റിവെച്ചു. നമ്മുടേതായ സുഖങ്ങളിൽ, നമ്മുടെ പാപങ്ങളിൽ മുഴുകി. അതുകൊണ്ട് ആ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെട്ടില്ല. അതിനാൽ നമ്മുടെ ജീവിതത്തിലും വചനം മാംസമാകണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയെപ്പോലെ സ്വന്തം ഇഷ്ടത്തെക്കാളും ദൈവ ഇഷ്ടം അന്വേഷിക്കാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിച്ച് ഈ ബലിയിൽ ഭക്തിയോടെ നമുക്ക് അണയാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ വിശ്വാസം ഭക്തിയോടെ നമുക്ക് ഏറ്റുചൊല്ലാം. ഏക ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യമെല്ലാറ്റിൻ്റെയും ശ്രേഷ്ഠാവും സർവശക്തനുമായ പിതാവെ ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏക ദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിന് ജനിച്ചവനുമായ യേശു ക്രിസ്തുവെ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിലുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിൽ സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യനിർഗുണമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടിട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യാമറിയത്തിൽ നിന്നും ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ചടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതം അനുസരിച്ച് മൂന്നാം ദിവസം ഉയർത്തുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടെ മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. കർത്താവും ജീവദാതാവും പിതാവിനും പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും
അപ്പോസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ലോകം മുഴുവനുമുള്ള എല്ലാവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. റോമിലെ പാപ്പയെയും നമ്മുടെ മെത്രാന്മാരെയും മെത്രാൻ പദവിയിലുള്ള എല്ലാവരെയും അവിടെ നിന്ന് ആത്മീയ കൃപാദാനങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ എന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ ഭരിക്കുന്നവരുടെ മനസ്സുകൾ അവിടെ നിന്ന് തൻ്റെ തിരുമനസ്സിനനുസരിച്ച് എല്ലാ നന്മകളുടെയും പരിപോഷണത്തിനായി നയിക്കണമേ എന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പീഡനങ്ങളാ വലയുന്ന എല്ലാവരെയും അവിടുന്ന് കരുണാപൂർവം മോചിപ്പിക്കുവാൻ ഇടവരുത്തട്ടെ എന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടത്തെ ആഗമന വേളയിൽ നമ്മൾ ജാഗരൂകരായി കാണപ്പെടാൻ വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം മൗനമായിട്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം ഇടപെട്ടിട്ടുള്ള ജീവിതങ്ങൾ സഹനത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ അവരുടെയൊക്കെ സന്തോഷങ്ങൾ ഒരിക്കലും അവസാനിച്ചില്ല. കാരണം ദൈവത്തിന് വിട്ടുകൊടുത്ത് ജീവിച്ചവരാണ്. അതിനുള്ള വലിയ കൃപ നമുക്ക് നൽകണമെന്ന് മനമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഹനങ്ങളിൽ, വേദനകളിൽ, കുറവുകളിൽ, അസ്വസ്ഥതകളിലൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാനുള്ള കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങെല്ലാവരെയും രക്ഷിക്കുകയും ആരും തന്നെ നശിച്ചു പോകരുതെന്ന് അഭിലഷിക്കുകയും ചെയ്യുന്നുവല്ലോ. അങ്ങ് ജനത്തിൻ്റെ പ്രാർത്ഥനകൾ ശ്രവിക്കണമേ. സമാധാനപൂർണമായ അങ്ങേ പരിപാലനത്താൽ ലോകഗതി നയിക്കപ്പെടാനും അങ്ങേ സഭ പ്രശാന്തമായ ഭക്തിയാൽ സന്തോഷിക്കാനും അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥന കേട്ടരുളണമേ. സമർപ്പിക്കുവാനായി ഒരു മനസ്സോടെ തിരുമുൻപിലണയുന്നിതാ ഞാൻ. ജീവിതതാലത്തിൽ നിറയുമീ കാഴ്ചകൾ സാദരം സ്വീകരിക്കൂ. ദൈവമേ, ഈ കാഴ്ചകൾ കനിവാർന്നു കൈക്കൊള്ളണേ. ദൈവമേ, ഈ കാഴ്ചകൾ കനിവാർന്നു കൈക്കൊള്ളണേ. വിധവതൻ കാണിക്ക പോലെ സ്നേഹത്തിൻ ബലി ഞാനൊരുക്കാം. വിധവതൻ കാണിക്ക പോലെ സ്നേഹത്തിൻ ബലി ഞാനൊരുക്കാം. കുറവുകളെല്ലാം പൊറുക്കേണമേ. ജീവജലം നീ നൽകേണമേ. കുറവുകളെല്ലാം പൊറുക്കേണമേ. ജീവജലം നീ നൽകേണമേ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലിയും സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും നന്ദിക്കും നമ്മുടെ അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ,
അതിവിശിഷ്ടമായി ബലിയും അങ്ങ് തൃക്കൺ പാർക്കണമേ. അങ്ങനെ ഈ രഹസ്യത്തിലെ ഭാഗഭാഗിത്വം വഴിയും ഞങ്ങൾ പ്രത്യാശിക്കേണ്ട വിശ്വസിക്കാനും പ്രതീക്ഷിച്ചവ പ്രാപിക്കാനും ഇടയാക്കണമേ. കർത്താവായ ക്രിസ്തു വഴിയും ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേയ്ക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എല്ലാ പ്രവാചകന്മാരുടെയും പ്രഘോഷണം അവിടത്തെ പ്രവചിച്ചു. കന്യകാമാതാവ് അവാജ്യമായ സ്നേഹത്തോടെ അവിടത്തെ സംവഹിച്ചു. യോഹന്നാൻ അവിടത്തെ വരവിനെ പാടിപ്പുകഴ്ത്തുകയും ആഗതനായപ്പോൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ പ്രാർത്ഥനയിൽ ജാഗരൂകരും അവിടത്തെ സ്തുതിഗീതികൾ ആലപിക്കുന്നവരുമായി കാണാനും തൻ്റെ മനുഷ്യാവതാര രഹസ്യത്തിന് ആഹ്ലാദപൂർവ്വം ഒരുങ്ങാനും ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിച്ചുവല്ലോ. ആകയാൽ മാലാകമാരോടും പ്രധാന മാലാകമാരോടും ഭദ്രാസന്മാരോടും അധീശന്മാരോടും സ്വർഗീയ സൈന്യത്തിൻ്റെ എല്ലാ വൃന്ദങ്ങളോടുമൊത്ത് അവിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിലോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം ഹോസാന ഹോസാന അത്യുന്നതങ്ങളിലോസാന ഹോസാന ഹോസാന അത്യുന്നതങ്ങളിലോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്തും കൃതജ്ഞത പ്രകാശിപ്പിച്ചും മുറിച്ചും ധനുഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു,
എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞളരൂപത അധ്യക്ഷനായ പോൾ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്താൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീത അപ്പോസ്തലന്മാരോടും ഞങ്ങളിടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിനോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേയ്ക്കും പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകൾ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ചേർന്ന് ചൊല്ലാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട്
ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുക ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയെ ഞാൻ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാർ അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയും അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കും ദൈവത്തിൻ കുഞ്ഞാളേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കും ദൈവത്തിൻ കുഞ്ഞാളേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതം. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യയല്ല. അങ്ങൊരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ ശരീര രക്തങ്ങളുടെ സ്വീകരണം നമ്മെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കട്ടെ.
സ്നേഹത്തൂവാല കൊണ്ടു തുടയ്ക്കാം എൻ്റെ ഈശോയെ നിൻ പൂമുഖം. സ്നേഹപ്പൂക്കം ഞാൻ കൊരുക്കാം ഈശോയെ നിൻ മാറിൽ ചാർത്താം. സ്നേഹത്തൂവാല കൊണ്ടു തുടയ്ക്കാം എൻ്റെ ഈശോയെ നിൻ തൂമുഖം. സ്നേഹപ്പൂമാല ഞാൻ കുരുക്കാം ഈശോയെ നിൻ മാറിൽ ചാർത്താൻ. വാവാ സ്നേഹരാജാവേ, എന്നെന്നും എന്നുള്ളിൽ വാഴാൻ. വാവാ സ്നേഹത്തിൻ പൂനിലാവേ, എന്നുള്ളിൽ വെൺശോഭയേകാൻ. വാവാ സ്നേഹരാജാവേ, എന്നെന്നും എന്നുള്ളിൽ വാഴാൻ. വാവാ സ്നേഹത്തിൻ പൂനിലാവേ, എന്നുള്ളിൽ വെൺശോഭയേകാൻ. സ്നേഹത്തൂലിക കൊണ്ടു കുറിക്കാം എൻ്റെ ഈശോയെ നിൻ കീർത്തനം. സ്നേഹത്തൂലിക കൊണ്ടു കുറിക്കാം എൻ്റെ ഈശോയെ നിൻ കീർത്തനം. സ്നേഹത്തൂവാൽ ഞാനൊരുക്കാം എൻ്റെ ഈശോയെ ഒരു വെൺകിരീടം. എൻ്റെ ഈശോയെ ഒരു വെൺകിരീടം. സ്നേഹപ്പൊൻദീപം ഞാൻ തെളിക്കാം എൻ്റെ ഈശോയെ നീ വരും വഴിയിൽ. സ്നേഹപ്പൂന്തന്നൽ വിശറിയൊരുക്കാം എൻ്റെ ഈശോയ്ക്കിളം തെന്നലേകാൻ. വാവാ സ്നേഹരാജാവേ, എന്നെന്നും എന്നുള്ളിൽ വാഴാൻ. വാവാ സ്നേഹത്തിൻ പൂനിലാവേ, എന്നുള്ളിൽ വെൺശോഭയേകാൻ. വാവാ സ്നേഹരാജാവേ, എന്നെന്നും എന്നുള്ളിൽ വാഴാൻ. വാവാ സ്നേഹത്തിൻ പൂനിലാവേ, എന്നുള്ളിൽ വെൺശോഭയേകാൻ. മിശിഹായുടെ ദിവ്യാത്മാവേ, എന്നെ ശുദ്ധീകരിക്കണമേ. മിശിഹായുടെ ശരീരമേ എന്നെ രക്ഷിക്കണമേ. മിശിഹായുടെ രക്തമേ എന്നെ ലഹരിയിലാഴ്ത്തണമേ. മിശിഹായുടെ ദുരിതാവിലെ ജലമേ എന്നെ കഴുകണമേ. മിശിഹായുടെ കഷ്ടാനുഭവമേ എന്നെ ധൈര്യപ്പെടുത്തണമേ. എൻ്റെ ഈശോയെ എൻ്റെ അപേക്ഷ നീ കേൾക്കണമേ. അങ്ങേ തിരുമുള്ളടയിൽ എന്നെ നീ മറച്ചുകൊള്ളണമേ. അങ്ങിൽ നിന്നും പിരിഞ്ഞു പോകുവാൻ എന്നെ നീ അനുവദിക്കരുതേ. ദുഷ്ടശത്രുക്കളിൽ നിന്നും എന്നെ നീ കാത്തുകൊള്ളണമേ. എൻ്റെ മരണസമയത്ത് എന്നെ അങ്ങേ പക്കലേക്ക് വിളിക്കണമേ. അങ്ങേ പരിശുദ്ധന്മാരോടുകൂടെ കൃത്യമായി അങ്ങയെ സ്തുതിക്കുന്നതിന് അങ്ങേ അടുക്കൽ വരുവാൻ എന്നോട് നീ കൽപ്പിക്കണമേ. ആമേൻ. നിത്യപുരോഹിതനായ ഈശോയെ, അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങയുടെ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങയുടെ പരിശുദ്ധമായ ശരീരം ദിവസം തോറും എടുക്കുന്ന അവരുടെ അഭിഷിക്ത കരങ്ങൾ മലിനമാകാതെ സംരക്ഷിക്കണമേ. അങ്ങയുടെ അമൂല്യമായ തിരുരക്തത്താൽ നയിക്കുന്ന അവരുടെ നാവുകൾ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിന്റെ അങ്ങനെയെ ഉപദ്രവദിപ്പിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നകരുകയും സംശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങയുടെ ദിവ്യ സ്നേഹം അവരെ ലോകതന്ത്രങ്ങളിൽ നിന്നും സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യ സൗഭാഗ്യവും അനുഭവിക്കട്ടെ. ആമേൻ.
വൈദികരുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ഞായറാഴ്ചത്തെ സ്വസ്ത്ര കാഴ്ച 9,745 രൂപ ഇന്നത്തെ ദിവ്യബലിക്ക് വേണ്ടി, അതായത് രണ്ടാമത്തെ ദിവ്യബലിക്കായിട്ട് ക്രമീകരണങ്ങൾ ചെയ്യുകയും ഇന്നലെ പള്ളിയും പരിസരവും ഒക്കെ വൃത്തിയാക്കുകയും ചെയ്തത് 30-ാം കുടുംബ യൂണിറ്റിലെ അംഗങ്ങൾ ചേർന്നാണ്. അവർക്കെല്ലാവർക്കും ഇടവകയുടെ പേരിലുള്ള ആത്മാർത്ഥമായ നന്ദി അറിയിക്കുന്നു. അടുത്ത ആഴ്ച പള്ളിയും പരിസരവും തലേദിവസം വന്ന് ദേവാലയം പരിസരം വൃത്തിയാക്കേണ്ടത് 31-ാം യൂണിറ്റിലെ അംഗങ്ങളാണ്. അവരുടെ ഭവന ആശീർവാദം ഈ വരുന്ന ചൊവ്വാഴ്ച 4 മണി മുതൽ നടത്തപ്പെടുന്നതായിരിക്കും. ഡിസംബർ 24-ാം തീയതി രാത്രി 11:45 ക്രിസ്മസ് പാതിര കുർബാന ഉണ്ടായിരിക്കും. ക്രമീകരണങ്ങൾ ചെയ്യേണ്ടത് ഇടവക അജപാലന സമിതി അംഗങ്ങളാണ്. ഡിസംബർ 25 രാവിലെ 6 മണിക്കും അതിനുശേഷം 7:30 2 ദിവ്യബലികൾ ഡിസംബർ 25-ാം തീയതി ഉണ്ടാകും. രാവിലെ 6 മണിക്കും പിന്നീട് 7:30 മണിക്കും ദിവ്യബലി ഉണ്ടായിരിക്കുന്നതാണ്. ഈ വർഷം നമുക്കറിയാവുന്നതുപോലെ കോവിഡിൻ്റെ പശ്ചാത്തലമായതുകൊണ്ട് നമ്മുടെ തീരദേശ ബൈബിൾ കൺവെൻഷൻ നമുക്ക് നടത്തുവാനായിട്ട് സാധിച്ചില്ല. എന്നാലും ചെറിയ രീതിയിൽ നമ്മുടെ ദേവാലയത്തിൽ വെച്ച കരിസ്മാറ്റിക് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ സായാഹ്ന ധ്യാനവും പ്രാർത്ഥനയും വചന ശുശ്രൂഷയും ആരാധനയുമൊക്കെ നടത്തി ആ കരിസ്മാറ്റിക് കൂട്ടായ്മയിലെ എല്ലാ അംഗങ്ങൾക്കും പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു. രോഗികളായവർക്ക് ദിവ്യകാരുണ്യവുമായിട്ട് ഈ ചൊവ്വാഴ്ച 22-ാം തീയതി രാവിലെ 8 മണി മുതൽ വൈദികർ രോഗികളായിട്ടുള്ളവരുടെ ഭവനങ്ങളിൽ വരുന്നതാണ്. ഇനി ആരെങ്കിലും കൂടുതലായിട്ട് രോഗികളുടെ അവസ്ഥയിൽ ഏതെങ്കിലും ഭവനത്തിൽ ആയിരിക്കുന്നുണ്ടെങ്കിൽ ആ വിവരം നമ്മുടെ ജോഷി ചേട്ടനെ കണക്കിന് അറിയിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അവർക്ക് കുമ്പസാരവും കുർബാനയും കൊടുക്കാൻ വൈദികരായിരിക്കും നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് വരിക. ഈ ദിവസങ്ങളിൽ ദേവാലയങ്ങളിൽ കുമ്പസാരത്തിനുള്ള സൗകര്യമുണ്ടായിരിക്കും. പ്രത്യേകമായ സമയം വെച്ചിട്ടില്ല. പിന്നെ നമ്മൾ എല്ലാ വർഷവും ചെയ്യുന്നത് പോലെ ഒരു പ്രത്യേക ദിവസം കുമ്പസാരത്തിനായിട്ട് വെച്ചിട്ടില്ല. കാരണം പുറത്തുനിന്ന് വൈദികരെയൊക്കെ വിളിച്ചു കൊണ്ടുവരാൻ കോവിഡ് കാലത്ത് സാധിക്കില്ല. അതുകൊണ്ട് രാവിലത്തെ കുർബാനയ്ക്ക് ശേഷമൊക്കെ അച്ഛന്മാർ സങ്കീർത്തനിരിക്കുന്നതാണ്. ആവശ്യമുള്ളവർ വന്ന് കുമ്പസാരിക്കുക. പിന്നീട് ഇവിടെ അച്ഛന്മാരുള്ളപ്പോൾ കുമ്പസാരമുണ്ടാകും. ഏത് സമയത്ത് വന്നാലും കുമ്പസാരിക്കാനുള്ള സൗകര്യം നമ്മുടെ ദേവാലയത്തിലുണ്ടാകും എന്ന കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ വികാരിയച്ഛൻ അറിയിച്ചിരിക്കുന്ന പോലെ KCM ചേരാൻ ആഗ്രഹിക്കുന്ന യുവജനങ്ങൾ ഇന്ന് 10 മണിക്ക് പള്ളിയിൽ എത്തിച്ചേരണമെന്ന് അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ യുവതിയുവാക്കളെ സാധിക്കുമെങ്കിൽ KCM വിടുക. നിർജ്ജീവമായിട്ടുള്ളൊരവസ്ഥയല്ല KCM-നുള്ളത്. ഒരുപാട് കാര്യങ്ങൾ, പള്ളിയുടെ എല്ലാ കാര്യങ്ങളും അജപാലന സമിതിക്ക് തൊട്ട് താഴത്തായിട്ടും അവരും കൂടി ചേർന്നാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുക. അതുകൊണ്ട് ദേവാലയത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് യുവതിയുവാക്കളെയൊക്കെ വിടണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ ഇടവകയിൽ നിന്ന് KCM-ന്റെ നേതൃത്വത്തിൽ നമ്മൾ വിതരണം ചെയ്യുന്ന പത്രം ഈ വരുന്ന ഫെബ്രുവരി മാസം മുതൽ നമ്മൾ വിതരണം ചെയ്യുവാനായിട്ട് ആരംഭിക്കുന്നതാണ്. അതിലേക്ക് ആർട്ടിക്കലും ലേഖനങ്ങളൊക്കെ തരുവാൻ ആഗ്രഹിക്കുന്നവർ ജനുവരി മാസത്തിൽ തന്നെ നേരത്തെ തരണമെന്നും പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ജനുവരി മാസമാണ് പത്രവിതരണം ആരംഭിക്കാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ ഈ ദിവസങ്ങളില്ലാത്തത് കൊണ്ട് ഫെബ്രുവരി മാസം പത്രവിതരണം നമ്മൾ ആരംഭിക്കുന്നതായിരിക്കും. KCYM-ൻ്റെ ചികിത്സാ സഹായം ആവശ്യമുള്ളവർ ഈ ദിവസങ്ങളിൽ തന്നെ അപേക്ഷ യൂണിറ്റ് ആനിമേറ്റേഴ്സിൻ്റെ ഒപ്പോടുകൂടെ കൊണ്ടുവന്ന് പറഞ്ഞ് കൊടുക്കുക. ഒരാളെ മാത്രമാണ് തിരഞ്ഞെടുക്കുക. ഏറ്റവും അർഹതപ്പെട്ടവരായിരിക്കും അതിനെ തിരഞ്ഞെടുക്കുക എന്ന കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. കോസ്റ്റ പബ്ലിക് ലൈബ്രറിയിൽ നിന്നുള്ള അറിയിപ്പ്. പ്രിയപ്പെട്ടവരും, കോവിഡ് പ്രോട്ടോകോൾ നിലനിൽക്കുന്നതിനാൽ 2020 CYMS നേതൃത്വം നടത്തിവരുന്ന ക്രിസ്മസ്
ആഘോഷ പരിപാടികൾ ഈ തവണ ഉണ്ടായിരിക്കുന്നതല്ല. എന്നിരുന്നാലും കഴിഞ്ഞ മെയ് മാസത്തിൽ തകർന്നു വീണ ലൈബ്രറി കെട്ടിടം പുനർനിർമ്മാണം 2020 ഡിസംബർ 20 പകൽ 12 മണിക്ക്, അതായത് ഇന്ന് 12 മണിക്ക് കല്ലിടൽ നടത്തി ആരംഭിക്കുകയാണ്. ആയതിനാൽ എല്ലാ ജനങ്ങളും CMS ഇതുമായിട്ട് സഹകരിക്കണമെന്നും ക്രിസ്മസിനുള്ള പിരിവുമായിട്ടും ലൈബ്രറിയുടെ നിർമ്മാണത്തിന് വേണ്ടിയാണ് അത് ഉപയോഗിക്കുക, പിരിവുമായിട്ട് എല്ലാവരും സഹകരിക്കണമെന്ന് സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് സമാപന പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്കൊരുങ്ങാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ സ്വർഗീയ ദാനത്താൽ പരിപോഷിപ്പിക്കുന്നവരും ദിവ്യപരിപാലനത്താൽ സംരക്ഷിക്കണമേ. അങ്ങനെ അങ്ങേ രഹസ്യങ്ങളിൽ സന്തോഷിക്കുന്നവർ യഥാർത്ഥ സമാധാനത്തിൽ ആനന്ദിക്കാൻ ഇടയാക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നന്മ നേരും മാതാവേ, കനിവോടെ കാക്കണമേ. നെടുവീർപ്പും കണ്ണീരുമായി ഞങ്ങൾ നിൻ